ഹായ് ഓൾ, ഞാൻ മുഹമ്മദ് അജ്മൽ. IITയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു എഞ്ചിനീയറാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഓണ്ടർപ്രണറുമാണ്. നമ്മൾ കേരളീയർ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് അഭിമാനിക്കുന്നവരാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എടുത്തു നോക്കുമ്പോൾ നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ വളരെ പിന്നിലാണെന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് IITയിലെ അഡ്മിഷൻസ് തന്നെ എടുക്കാം. IITയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഓരോ വർഷവും ഏകദേശം IITയിലേക്ക് 200ഓളം ആളുകൾ അഡ്മിഷൻ നേടുമ്പോൾ അത് നാം നമ്മളെക്കാൾ വളരെ പുറകിലാണെന്ന് വിചാരിക്കുന്ന ബീഹാർ പോലെയുള്ള സംസ്ഥാനത്തിൽ നിന്ന് 800-ലധികം ആളുകളും ഉത്തർപ്രദേശിൽ നിന്ന് 1500-ലധികം ആളുകളുമാണ്. ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നുന്ന കണക്കുകൾ. എന്തായിരിക്കും ഇതിന് കാരണം? ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമ്മുടെ സാമ്പ്രദായികമായ പരീക്ഷാ സംവിധാനമാണ്. 90 മുതൽ 99 മാർക്ക് വരെ നേടിയവർക്ക് A+. ആ A+ നേടാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. അതിനപ്പുറം നമ്മുടെ കുട്ടികൾ എന്ത് പഠിച്ചു, എത്രത്തോളം ബേസിക്സ് നമ്മുടെ കുട്ടികൾക്ക് സയൻസിലും മാത്സിലും ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ തുടങ്ങുന്നില്ല എന്നതാണ്. IITയിൽ നിന്നുണ്ടായ വളരെ രസകരമായ ഒരു അനുഭവം പറയാം. IIT മദ്രാസിലെ എൻ്റെ റൂംമേറ്റ്, അവൻ ഒരു തെലങ്കാന സ്വദേശിയാണ്. IITയിൽ നമ്മളൊരു 70% ആന്ധ്രക്കാരെയും അതേപോലെ തെലുങ്കാനക്കാരെയും കാണാൻ സാധിക്കാം. അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ കസിൻ IIT കോച്ചിങ്ങിന് പോകുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എത്രാം ക്ലാസ്സിലാണ്? അവൻ പറഞ്ഞു 3-ാം ക്ലാസ്സിലാണ്. നമ്മൾ 3-ാം ക്ലാസ്സിലൊന്നും പോയി തുടങ്ങിയില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസിക്സ് നൽകാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസ്, ഒരു സാധാരണ 10th അല്ലെങ്കിൽ 12th എക്സാം ആണെങ്കിൽ 90 മേലെ എത്ര മാർക്ക് നേടിയാലും അവന് A+ ആണ്. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഒരാൾക്ക് ഒരു റാങ്ക് മാത്രമാണ് ലഭിക്കുക. അപ്പോൾ 15 ലക്ഷം ആളുകൾ എഴുതുന്ന JEE പോലെയുള്ള NEET പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് ആദ്യത്തെ 10,000 ആളുകളിൽ വരണമെങ്കിൽ, 20,000 ആളുകളിൽ വരണമെങ്കിൽ, അങ്ങനെ IITയിലോട്ടും AIIMSലോട്ടും ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലോട്ടും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോട്ടും അഡ്മിഷൻ നേടണമെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ STEM ജീനിയസ് എന്ന കോഴ്സുമായി മുന്നോട്ട് വരുന്നത്. STEM ജീനിയസ് എന്നുള്ളത് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇത് ഒരു സാമ്പ്രദായികമായ ട്യൂഷൻ സിസ്റ്റം അല്ല. നേരെ മറിച്ച് IITയിൽ തന്നെ പഠിച്ചിറങ്ങിയ ആളുകൾ, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ഡോക്ടേഴ്സ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു. അവർ കടന്നു വന്ന വഴികളിലൂടെ എങ്ങനെ സഞ്ചരിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടൊപ്പം അവർ തന്നെ തയ്യാറാക്കിയ വളരെ കൃത്യമായ ഒരു കരിക്കുലം, ഒരു സിലബസ്, ടെക്സ്റ്റ് ബുക്സ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ബോറടിപ്പിക്കുന്ന 30 മിനിറ്റോ 1 മണിക്കൂറോ നീളുന്ന ലെക്ചേഴ്സ് അല്ല. നേരെ മറിച്ച് 5 മിനിറ്റോ 10 മിനിറ്റിലോ ഒതുങ്ങുന്ന ചെറിയ വീഡിയോകളിലൂടെ ഏതൊരു കൺസെപ്റ്റും കുട്ടികൾക്ക് വിശദീകരിക്കുന്നു. ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്ന കൺസെപ്റ്റുകൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഫോർമേറ്റീവ് അസസ്മെന്റ് രീതികൾ MIT, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഉപയോഗിക്കുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി നടന്നു വരുന്ന IITs തന്നെ ക്ലാസ് എടുക്കുന്ന കോഴ്സാണ് STEM ജീനിയസ് ഫൗണ്ടേഷൻ കോഴ്സ്. ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട്, IITകളിലോട്ട്, AIIMSലോട്ട്, NITകളിലോട്ട് എല്ലാം എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ STEM ജീനിയസ് കോഴ്സിന് 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷന് വേണ്ടി ഒന്നുകിൽ ilan.stemgenius.com വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെയുള്ള വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക്സ്.